ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ വർക്ക് റിലേറ്റഡ് ആയിട്ട് വന്നതാണ്, ഹോമിന്റെ സിഇഒയെ മീറ്റ് ചെയ്യാൻ വന്നതാണെന്ന് യുഎൻ പറയുമ്പോൾ ഞാൻ ഹോമിന്റെ സിഇഒ ആണെന്ന് അവൻ പറയും. ഓ, ഹോമിന്റെ സിഇഒ ആണല്ലേ എന്ന് ഇവളിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്നാണ് അവൾക്ക് കത്തുന്നത്. അവൾ ആകെ കൺഫ്യൂസ്ഡ് ആവും, പിന്നെ ഷോക്ക്ഡ് ആവും. ഹോമിന്റെ സിഇഒ എന്ന് അവൾ എടുത്തു ചോദിക്കും. അപ്പൊ ഇൻഹോ ആണോ നമ്മൾ മനസ്സിൽ ചോദിക്കുന്നുള്ളൂ, പുറത്ത് ചോദിക്കുന്നില്ല. കാരണം ജീസുവും അവളെ പേര് മാറ്റി പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ആ ഒരു ഷോക്കിലായിപ്പോവും അവള്. അന്നേരമാണ് സുഖം അങ്ങോട്ടേക്ക് വരുന്നത്. അയ്യോ, എന്റെ അങ്ങളുടെ ടെന്റിൽ ഒരു ലേഡി കയറിയിട്ടുണ്ടെന്ന് അവള് അച്ഛനോട് വിളിച്ചു പോകും. രണ്ടുപേരും ഒന്നിച്ചാണ് കമ്പനി ഇട്ടേക്കുന്നതെന്നൊക്കെ എങ്ങനെ മനസ്സിലാവും. നിങ്ങൾ ഒന്നിച്ച് ഡേറ്റിന് പോയതല്ലേ, എന്നിട്ടും ടേസൂപ്പ് എവിടെയാണ് ജോലി ചെയ്യുന്നതെന്ന് അറിയത്തില്ലായിരുന്നെന്ന് ഇൻഹോ അതിശയത്തോടെ അവളുടെ അടുത്ത് ചോദിക്കും. ഞാൻ എന്റെ ഫ്രണ്ടുമായിട്ട് ചേർന്നിട്ട് ഹോം എന്ന് പറഞ്ഞൊരു ഇന്റീരിയർ ബിസിനസ് നടത്തിക്കൊണ്ട് പോവാണെന്നൊക്കെ ഓൾറെഡി ഇവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവള് അത് മറന്നുപോയതാണ്. പക്ഷെ ടേസൂപ്പിന് ഓൾറെഡി അറിയായിരുന്നു എന്ന് ഇൻഹോ പറയും. അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരു മെയിലോ മെസ്സേജോ എന്തെങ്കിലും അയച്ചാൽ മതിയായിരുന്നു, കാര്യങ്ങൾ ഇങ്ങനെ ആകത്തില്ലായിരുന്നു എന്ന് അവള് പറയുന്നുണ്ടേ. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഇവൻ ചൊല്ലി ഇയാൾ മനസ്സിലാക്കുമല്ലോ എന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് ടേസൂപ്പ് പറയും. സുവയുടെ ക്ലോസ് ആകാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സുവ വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. ഇതെന്റെ മോളാണ്, നീ സുവ എന്നാണ് പേരെന്നൊക്കെ പറഞ്ഞ് ഇൻഹോ പരിചയപ്പെടുത്തി കൊടുക്കും. കൃത്യമായിട്ട് ഇതേ ക്യാമ്പിംഗ് സൈറ്റിലാണ് ഞങ്ങൾ വരുന്നത്, ഇയാൾക്ക് എങ്ങനെ മനസ്സിലായി, ഞങ്ങൾ സ്റ്റോക്ക് ചെയ്ത് വന്നതാണോ എന്ന് ഇൻഹോ സംശയം ചോദിക്കും. അങ്ങനെയൊന്നുമല്ല, ഞാൻ നോർമൽ രീതിയിൽ അന്വേഷിച്ച് തന്നെ ആണ് വന്നതെന്ന് അവൾ പറയും. ശരിക്കും അവിടെ വന്ന പയ്യന്റെ അടുത്ത് നിങ്ങളുടെ ബോസ് എവിടേക്കാണ് പോയെന്ന് അത്യാവശ്യമായിട്ട് എനിക്ക് പറഞ്ഞു തരണം, എനിക്ക് ഉടനെ തന്നെ കണ്ട് സംസാരിക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബോസ് കുറച്ച് കഴിയുമ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നൊക്കെയാണ് ഇവള് പറയുന്നത്. അങ്ങനെ ആ പയ്യൻ തെറ്റിദ്ധരിച്ചാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന അറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് യുഎൻ അപ്പോളജൈസ് ചെയ്യും. ഹോട്ടലിലും ഇതിനെപ്പറ്റി അറിയത്തില്ലായിരുന്നല്ലോ, അതുകൊണ്ട് അത് കുഴപ്പമില്ല എന്ന് ഇൻഹോ പറയുന്നുണ്ട്. അങ്ങനെയല്ല, പ്രോപ്പറായിട്ട് ഞങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ഒന്നും നടത്തിയില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് അവൾ പറയും. ബ്ലൈൻഡ് ഡേറ്റിന് പോയിട്ട് ടേസൂപ്പിന് ഇവളെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഇൻഹോയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ പിന്നീട് ആ രീതിക്കാണ് അവളോട് സംസാരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് ഉറക്കം അടച്ചിരുന്ന് പ്രപ്പോസലൊക്കെ റെഡിയാക്കിയത് ടേസൂപ്പാണ്. എന്തായാലും സാരമില്ല, ഇയാൾ നേരിട്ട് വരുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല, അതുകൊണ്ട് ഇയാളുടെ അപ്പോളജി ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നു എന്ന് അവൻ പറയും. ഒരു സൊല്യൂഷൻ എന്ന രീതിയിൽ പുതിയൊരു പ്ലാനുമായിട്ടാണ് യുഎൻ ഇവിടേക്ക് വന്നേക്കുന്നത്. അത് അവൾക്ക് പറയണമെന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റുന്നില്ല. പറയണോ വേണ്ടയോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ഇൻഫോ ചോദിക്കും. പെട്ടെന്ന് ഇവള് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ്. ഓഫീസിലേക്ക് പോകുമ്പോൾ അവള് മീറ്റും ചോക്ലേറ്റും എല്ലാം എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അവർക്കപ്പോൾ ഇനി ഒന്നും വാങ്ങിക്കാനായിട്ട് പോകണ്ട. അത് കാണുമ്പോൾ ഇൻഹോയ്ക്ക് സന്തോഷമാവും. ആദ്യം ഇവരുമായിട്ട് നല്ലൊരു റിലേഷൻ പതുക്കെ ബിൽഡ് ചെയ്തെടുക്കണം, അതിനുശേഷം പ്രപ്പോസലിനെ കുറിച്ച് പറയാം. ഞാനിപ്പോൾ അങ്ങോട്ട് അപ്പോളജൈസ് ചെയ്തതല്ലേ ഉള്ളൂ, അപ്പോൾ പുതിയ പ്ലാനിനെ കുറിച്ച് പറയുന്നത് റൂഡായിരിക്കും എന്നൊക്കെ ഇവള് മനസ്സിൽ വിചാരിക്കും. എന്തായാലും ഇയാൾ ഇത്രയും ദൂരം വന്നതല്ലേ, ഇനിയിപ്പോൾ ഡിന്നർ ഒക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് ടേസൂപ്പ് അവളുടെ അടുത്ത് പറയും. ഫുഡ് എടുക്കാനായിട്ട് പോകുമ്പോൾ നീ അവളുടെ മെസ്സേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തതല്ലേ, ഇപ്പോൾ നല്ലൊരു ചാൻസ് വന്നേക്കുവാണ്, അതുകൊണ്ട് ഒന്നിച്ച് ആ റിവർ സൈഡിലൊക്കെ ഒന്ന് നടന്നിട്ട് വരാനായിട്ട് ഇൻഹോ അവൻ്റെ അടുത്ത് പറയും. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കാൻ ശ്രമിക്കുന്ന സുവയെ കണ്ടുകൊണ്ടാണ് യുഎൻ വരുന്നത്. അവളെ കുഞ്ഞിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കും. അവർ തമ്മിലുള്ള ഇന്ററാക്ഷൻ അങ്ങോട്ടേക്ക് വരുന്ന ടേസൂപ്പ് കാണും. അവൻ കുറച്ച് സമയം അവരെ തന്നെ നോക്കി നിൽക്കും. എല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് സുവ അവനെ കാണുന്നത്. അങ്കിൾ വന്നു എന്ന് പറഞ്ഞ് സുവ കൈ കാണിക്കുമ്പോൾ ഇവളും കൈ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവൻ കുഞ്ഞിനെ കൈ കാണിച്ചിട്ട് പെട്ടെന്ന് അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത്. ഹെങ്മിൻ ഡേറ്റിംഗ് ആപ്പിൽ കയറി ഓരോരുത്തർക്കായിട്ട് മെസ്സേജ് അയച്ച് ഓരോ ദിവസം ഓരോരുത്തരെ മീറ്റ് ചെയ്യും. അവരുടെ കൂടെ മോട്ടലിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് പിന്നീട് അവരെ മീറ്റ് ചെയ്യത്തില്ല. ആ ഒരു രീതിയാണ്. അന്ന് നോക്കുമ്പോൾ അവർക്ക് പുതിയ മെസ്സേജസ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ കാർട്ടൂൺ വായിക്കാനായിട്ട് തീരുമാനിക്കും. ഷങ്ജോണിന്റെ ബുക്സിന്റെ ഒരു നല്ല കളക്ഷൻ ഉണ്ട്. അത് സെക്കൻഡ് ഹാൻഡ് ആയിട്ട് വിൽക്കാനായിട്ട് അവൻ സൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. യങ്മിൻ കോൺടാക്ട് ചെയ്യുന്നത് ഷങ്ജോണിനെയാണ്. ഇതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയ പഴയ ബുക്സ് ആണോ, അതോ ഹാൻസം ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ടോ, നല്ല സ്റ്റോറി ആണോ എന്നൊക്കെ അവർക്ക് പല സംശയങ്ങളാണ്. ഇതൊന്നും പഴയ ബുക്കുകളല്ല, എല്ലാം ക്ലാസിക്സ് ആണ് എന്ന് അവൻ മറുപടി കൊടുക്കും. മാക്സിമം പൈസ വാങ്ങിച്ചെടുക്കണമെന്ന് അവൻ തീരുമാനിക്കും. സുവേം യുഎങ്ങും കൂട്ടാവും. ഇൻഹോയും അവളുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ടേസൂപ്പ് നേരെ മുഖത്ത് നോക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല. അതെന്താണെന്ന് അവൾ ആലോചിക്കും. എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് അവൾ അങ്ങോട്ടേക്ക് ചെന്ന് ചോദിക്കും. അവനൊന്നും മിണ്ടാതെ ഷൂസ് മാറ്റാൻ വേണ്ടിയിട്ട് 2 ചെരുപ്പാണ് അവൾക്ക് ഇട്ട് കൊടുക്കുന്നത്. അവളുടെ ഷൂസ് ഒക്കെ നനഞ്ഞിട്ടുണ്ടെന്ന് അവൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ അവൻ അറിഞ്ഞു എന്നാണ് അവൾ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്തായാലും അവനെ ചെയ്തത് അവൾക്ക് ഇഷ്ടപ്പെട്ടു. എല്ലാവരും ഓരോരോ കാര്യങ്ങൾ ചെയ്യുകയാണ്, ബിസിയാണ്. അവൾ മാത്രം ഒന്നും ചെയ്യാതെ മാറി നിൽക്കുകയാണ്. എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചിട്ട് ആരും ഒന്നും പറയുന്നുമില്ല. യുഎം ആകെ ഓക്വേർഡായിട്ട് നിൽക്കുകയാണ്. ഗ്രില്ല് ചെയ്യാൻ ഫയർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അവള് കോള് കൊണ്ടുചെന്ന് അതിന്റെ മേളിലേക്ക് ഇടും. ഫയറെല്ലാം കൂടി ആള് കത്തും. കേസു പണം ഓടിച്ചെന്ന് അവളെ രക്ഷിക്കുന്നത്. ഇയാൾക്ക് ഒന്നും ചെയ്യാൻ നിൽക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ടെന്നറിയാം. പക്ഷെ ശരിക്കും ഒന്നും ചെയ്യാനില്ലാത്തതുകൊണ്ടാണ് അവിടെ പോയി ഇരുന്നോളൂ എന്ന് അവൻ പറയും. ഫുഡ് കഴിക്കാൻ നേരമാകുമ്പോൾ എനിക്ക് വിശക്കുന്നില്ല എന്ന് പറഞ്ഞ് സുഖ അകത്തേക്ക് പോകും. അകത്ത് ചെന്ന് വരയ്ക്കാനായിട്ട് നോക്കുമ്പോൾ പേപ്പറൊന്നും ഇല്ല. അവളുടെ ബാഗിലിരുന്ന
പ്രൊപ്പോസലിന്റെ ബാക്കിലാണ് ഈ കുട്ടി വരച്ചു തുടങ്ങുന്നത്. സ്വയം നിർബന്ധിക്കാതെ തന്നെ ഇവള് ഫുഡ് കൊടുക്കുന്ന കണ്ട് അവർ രണ്ടുപേരും ഇംപ്രസ്ഡ് ആവും. പിന്നീട് പരസ്പരം സംസാരിക്കുന്നതിനെയാണ് ടേസൂപ്പിന് ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് കല്യാണത്തിന്റെ കാര്യം പറഞ്ഞതെന്ന് യുയങ്ങിന് മനസ്സിലാവുന്നത്. അവന് ഇഷ്ടപ്പെട്ടില്ല എന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് അവൾ സെക്കൻഡ് ബ്ലൈൻഡ് ഡേറ്റിന് പോയതെന്ന് ടേസൂപ്പും തിരിച്ചറിയും. ഇത്രയും രാത്രിയായില്ലേ, ഇനി എങ്ങനെയാണ് യുയങ്ങിനെ പറഞ്ഞു വിടുന്നത്? നമ്മളെ മൗണ്ടൻ സൈഡിലുമാണ്, അതുകൊണ്ട് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യാനായിട്ട് നമുക്ക് പറഞ്ഞാലോ എന്ന് ഇൻഹോ വന്ന് ടേസൂപ്പിന്റെ അടുത്ത് ചോദിക്കും. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരു ടെന്റ് ഷെയർ ചെയ്യാം, സുവയുടെ കൂടെ യുയങ് കടന്നോട്ടേന്നും അവൻ പറയും. അങ്ങനെ ഇവൻ ടെന്റ് വൃത്തിയാക്കാനായിട്ട് അകത്തേക്ക് പോകുമ്പോൾ സുവ വരയ്ക്കാനായിട്ട് എടുത്ത യുയങ്ങിന്റെ പ്രപ്പോസൽ കാണും. സുവയെ ഉറക്കാനായിട്ട് ഇൻഹോ എടുത്തോണ്ട് പോകുമ്പോൾ അവിടെ ഇരുന്ന ഗ്ലാസ് എല്ലാം കൂടെ താഴെ വീഴുന്നുണ്ട്. ഇവളത് ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തോണ്ട് വന്നതാണ്. അന്നേരം ടീം ലീഡറിന്റെ കോൾ വരും. അവരുമായിട്ട് സംസാരിച്ചോ എന്നാണ് ചോദിക്കുന്നത്. ഇന്ന് സംസാരിക്കാൻ പറ്റിയൊരു സാഹചര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും എന്തായാലും ഇയാൾ കഷ്ടപ്പെട്ട് ടാക്സി വിളിച്ച് അത്രയും ദൂരം പോയതാണ്, സംസാരിച്ചിട്ട് വന്നാൽ മതി എന്ന് ടീം ലീഡർ പറയും. അത് കേൾക്കുമ്പോൾ ടേസൂപ്പിന് ആകെ സംശയമാവും. ഇവളന്ന് അവിടെ വന്നതും അത്രയും നേരം സ്പെൻഡ് ചെയ്തതെല്ലാം ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമാണെന്ന് അവൻ വിചാരിക്കും. യങ്വിനും സങ്ജൂണും കൂടി മീറ്റ് ചെയ്യും. പൈസ കുറച്ച് വാങ്ങിക്കാനായിട്ട് യങ്വിൻ ശ്രമിക്കും. അവൻ ഉദ്ദേശിച്ച പൈസയ്ക്ക് കൊടുക്കാനായിട്ട് സങ്ജൂണും ശ്രമിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ബെറ്റ് വെക്കാം. നമുക്ക് ആർക്കേഡിലേക്ക് പോയിട്ട് ഒരു ഗെയിം കളിച്ച് നോക്കാം. അതിൽ ആരാണോ ജയിക്കുന്നത് അയാൾ പറയുന്നത് മറ്റേ ആൾ കേൾക്കണം. ഇയാളാണ് ജയിക്കുന്നതെങ്കിൽ ഇയാൾ പറഞ്ഞ പൈസയ്ക്ക് ഞാൻ ഈ ബുക്ക് വാങ്ങിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് പൈസ തരണം എന്ന് അവൾ പറയുമ്പോൾ അവൻ സമ്മതിക്കും. അങ്ങനെ അവര് ആർക്കേഡിൽ പോകും. ഒരു ഗെയിം കഴിയും, 2 ഗെയിം കഴിയും, അങ്ങനെ കുറേ ഗെയിംസ് കളിക്കും. രണ്ടുപേരും ഒരുപോലെ കളിക്കുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ജയിക്കുന്നത് യങ്മിനാണ്. ഈ ബുക്സ് എല്ലാം കൂടെ കൊണ്ടുപോകാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്, വീട്ടിലേക്ക് കൊണ്ടുപോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ എനിക്ക് തന്ന ഈ പൈസ ഞാൻ തിരിച്ചു തരാമെന്ന് യങ്മിൻ സഞ്ജുവിന്റെ അടുത്ത് പറയും. രണ്ടുപേർക്കും ചെറുതായിട്ട് അട്രാക്ഷൻ തോന്നിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവൻ കൊണ്ടു ചെല്ലാമെന്ന് സമ്മതിക്കും. അവസാനം വീട്ടിൽ ഒരുമിച്ചാണ് അവര് അന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യുന്നത്. ജീസുവിന്റെ പെർഫോമൻസ് കഴിയുമ്പോൾ കൂടെയുള്ള ആക്ട്രസ് ഇൻഡയറക്റ്റ് ആയിട്ട് അവനോട് വന്ന് ഇഷ്ടമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്, പക്ഷെ അവന് അത് പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത് കഴിഞ്ഞ് ഇവര് ടീം ഡിന്നറിന് പോകുമ്പോൾ ആ പെൺകുട്ടിയുടെ ലാസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു എന്ന് ടീംമേറ്റ്സ് ഒക്കെ പരസ്പരം പറയുന്നതും ഇവൻ വരുന്ന നടിമാരെ എല്ലാം സെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുള്ള രീതിക്ക് സംസാരിക്കുന്നതും എല്ലാം ജീസു കേൾക്കുന്നുണ്ട്. എന്തായാലും അവൻ ടീം ഡിന്നറിന് നിൽക്കാതെ യുവിനെ അന്വേഷിച്ച് അവളുടെ ഹോട്ടലിലേക്ക് പോകും. ഒരുപാട് നേരം ജീസു പുറത്ത് നിൽക്കുന്ന കണ്ടിട്ട് എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് മാനേജർ വന്ന് ചോദിക്കുന്നുണ്ട്. വേണ്ടെന്ന് അവൻ പറയുമ്പോൾ അയാൾ ഡ്രിങ്ക്സ് കൊടുത്തിട്ടാണ് തിരിച്ചു പോകുന്നത്. അത് അവന് നല്ല ടച്ചിങ് ആയിട്ട് തോന്നുന്നുണ്ട്. അവൻ ജോലി ചെയ്തിരുന്ന റെസ്റ്റോറന്റിൽ നിന്ന് അവനെ പറഞ്ഞു വിട്ടു അന്ന് ബഹളം ഉണ്ടായതിനു ശേഷം. അതുകൊണ്ട് തന്നെ പുതിയ എന്തെങ്കിലും ജോലി കിട്ടുമെന്ന് നോക്കി നടക്കുമ്പോൾ അവിടെ ഒരു കഫേയില് പാർട്ട് ടൈമിന് ആളെ വേണമെന്ന് എഴുതി വെച്ചേക്കുന്നതാണ്. അത് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാർ കൊണ്ടുവന്ന് നിർത്തും. അതൊരു ആക്ട്രസ് ആണ്. പുതിയൊരു റോളിനെ പറ്റിയൊക്കെ അവരുടെ ഡ്രൈവർ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതന്നെയാണ് ഇവര് ജീസുവിനെ കാണുന്നത്. നിനക്ക് എന്റെ കോഴ്സ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തത് എന്താണ്, പൈസയുടെ ആവശ്യമൊന്നും ഇല്ലെന്ന് അവർ ചോദിക്കുന്ന കേൾക്കുമ്പോൾ ഇവൻ ദേഷ്യം വന്നിട്ട് ആ കഫേയുടെ അകത്തേക്ക് കയറിപ്പോകും. മൂത്തവരോട് ഇങ്ങനെയാണോ, ബഹുമാനം ഇല്ലാതെയാണോ പെരുമാറുന്നത്, ഞാൻ വേണമെങ്കിൽ നിർത്തി തരാം, പോയി സംസാരിച്ചിട്ട് വന്നാൽ മതി എന്ന് ഡ്രൈവർ പറയുന്നുണ്ടെങ്കിലും എപ്പോഴും എൻ്റെ അടുത്ത് നിന്ന് ഒളിച്ചോടാനായിട്ട് അവന് പറ്റത്തില്ല. തൽക്കാലം അവൻ പൊക്കോട്ടെ എന്നാണ് ഇവര് ഡ്രൈവർക്ക് മറുപടി കൊടുക്കുന്നത്. ടേസൂപ്പ് കാര്യങ്ങളൊക്കെ ഇൻഫോയുടെ അടുത്ത് പറയും. അതുകൊണ്ട് തന്നെ യുഎങ്ങിന്റെ അടുത്ത് ഇവിടെ സ്റ്റേ ചെയ്യണമെന്ന് പറയണ്ടെന്നും പറയും. ഇത് കേട്ടോണ്ടാണ് അവൾ അങ്ങോട്ടേക്ക് വരുന്നത്. എന്തോ പ്രശ്നമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാവും. രാത്രിയായില്ലേ, ലാസ്റ്റ് ബസ് കുറച്ച് കഴിയുമ്പോൾ തന്നെ എടുക്കും, അതുകൊണ്ട് അതിന് മുമ്പ് തിരിച്ചു പൊക്കോളാൻ അവൾ വരുമ്പോൾ ഇൻഫോ പറയും. എന്ത് പറ്റി ഇത്ര പെട്ടെന്ന് അവൾ ചോദിക്കും. ഇയാൾ ശരിക്കും എന്തിനാണ് ഇവിടെ വന്നത്, അപ്പോളൈസ് ചെയ്യാനാണോ എന്ന് ടേസൂപ്പ് അവളുടെ അടുത്ത് ചോദിക്കുമ്പോൾ പ്രശ്നമാണെന്ന് അവൾക്ക് മനസ്സിലാവും. പ്രപ്പോസൽ അവൻ അവളുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യും. ഞാൻ ശരിക്കും അപ്പോളജൈസ് ചെയ്യാൻ തന്നെ വന്നതാണ്, ഇത് പിന്നീട് ഒരു ദിവസം സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്തായാലും കണ്ട സ്ഥിതിക്ക് ഞാൻ ബാക്കി കാര്യങ്ങൾ പറയാം. നമുക്ക് രണ്ട് കൂട്ടർക്കും ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു പ്രപ്പോസലുമായിട്ടാണ് ഞാൻ വന്നത്. നിങ്ങൾക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ടെന്നൊക്കെ എനിക്കറിയാം, പക്ഷെ ഇത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കും ഞങ്ങളെ പോലെ തന്നെ ഉപകാരപ്പെടുമെന്ന് അവൾ പറയും. ഇതൊക്കെ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞെങ്കിൽ പൊക്കോളാനായിട്ട് ടേസൂപ്പ് അവളുടെ അടുത്ത് പറയും. കൊണ്ടുവിടാൻ പറ്റത്തില്ല, ഞാൻ ബിയർ കഴിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ലെന്നും പറയും. യുഎം ബസ് സ്റ്റോപ്പിലേക്ക് എത്തുമ്പോൾ ലാസ്റ്റ് ബസ് പോയിട്ടുണ്ടാവും. അവളുടെ ഫോണിന്റെ ബാറ്ററി തീരും, മഴ പെയ്യാനും തുടങ്ങും. വാട്ടർ റെസിസ്റ്റന്റ് ടെഡൊന്നും അല്ല, അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചു പോകണം. ഇൻഹോ വന്നിട്ട് ടേസൂപ്പിനെ വിളിക്കുമ്പോൾ നീ സുവയം കൊണ്ട് വീട്ടിലേക്ക് പോക്കോളൂ, യുഎങ്ങിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, ഞാനൊന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് അവൻ പറയും. പാനിക്കായിട്ട് യുഎങ്ങിനെ അന്വേഷിച്ച് നടക്കുമ്പോൾ ഇവൻ റോഡിൽ വീഴുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുവഴി വന്ന ഒരാളുടെ അടുത്ത് നിന്ന് അയാളുടെ സൈക്കിള് കടം വാങ്ങിയാണ് ഇവൻ പിന്നീട് അവളെ നോക്കാനായിട്ട് പോകുന്നത്. അങ്ങനെ ബസ് സ്റ്റോപ്പില് യുഎങ് ഇരിക്കുന്നത് കാണും. ആ മഴ മുഴുവൻ നനഞ്ഞ അവളെ അന്വേഷിച്ചാണ് ടേസൂപ്പ് വന്നതെന്ന് യുഎങ്ങിന് മനസ്സിലാവും. അവളെ പറ്റി മനസ്സിലാക്കിയതൊക്കെ സത്യമായിരുന്നു എന്ന് വിശ്വസിക്കാനാണ് ടേസൂപ്പിന് ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഇയാളെ ഞാൻ എങ്ങനെയാണ് ഓർമ്മിക്കേണ്ടതെന്ന് അവൻ യുഎങ്ങിന്റെ അടുത്ത് ചോദിക്കും. അവരുടെ ടൈമിംഗ് ഒരിക്കലും കറക്റ്റ് അല്ലായിരുന്നു, പരസ്പരം പല തെറ്റിദ്ധാരണകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സത്യസന്ധമായിട്ട് മറുപടി പറയാൻ യുഎങ് തീരുമാനിക്കും. ഇയാള് കണ്ടത് മാത്രമല്ല ഞാനെന്ന് അവള് പറയും.
ആ മറുപടി അവന് ഇഷ്ടപ്പെടും. മഴ തോർന്നു തുടങ്ങിയെന്ന് വിചാരിച്ചിട്ട് അവര് തിരിച്ചു പോകും. പകുതി ദൂരം ചെല്ലുമ്പോൾ വീണ്ടും മഴ കൂടാനായിട്ട് തുടങ്ങും. അടുത്ത് കാണുന്ന ഒരു പള്ളിയിലേക്കാണ് അവർ ഓടിക്കയറുന്നത്. രാവിലെ ആരെങ്കിലും വരുന്നതിന് മുമ്പ് തന്നെ അവിടുന്ന് പോകാമെന്ന് അവർ തീരുമാനിക്കും. മുടി മുഴുവൻ നനഞ്ഞിരിക്കുന്നതുകൊണ്ട് യുഎങ് സ്നീസ് ചെയ്യും. അത് കാണുന്നുണ്ടെ അവന്റെ ഷർട്ട് ഊരിയാണ് ടേസൂപ്പ് തുടച്ചു കൊടുക്കുന്നത്. പിറ്റേ ദിവസം ചേർച്ചിലേക്ക് വരുന്ന രണ്ട് കുട്ടികള് കാണുന്നത് യുഎങ്ങും ടേസൂപ്പും അവിടെ ഉറങ്ങിക്കിടക്കുന്നതാണ്. ഉറക്കമുണരുമ്പോൾ യുഎങ് നോക്കുന്നുണ്ടെ ചുറ്റും ആളുകൾ കൂടി നിൽക്കുകയാണ്. അവൾ ടേസൂപ്പിനെ വിളിച്ചുണർത്തും. നോക്കുമ്പോൾ തലേ ദിവസം ടേസൂപ്പ് സൈക്കിൾ വാങ്ങിക്കൊണ്ട് പോയ ആള് അവിടുത്തെ പ്രീസ്റ്റ് ആണ്. ഞാൻ ഇവിടെയാണ് താമസിക്കുന്നതെന്നൊക്കെ പ്രീസ്റ്റ് ഇവന്റെ പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവളെ കണ്ടുപിടിക്കാനുള്ള വെപ്രാളത്തില് ഇവൻ അതൊന്നും ശ്രദ്ധിക്കാതെ സൈക്കിളും കൊണ്ട് പോവുകയായിരുന്നു. തിരിച്ച് സൈക്കിളും കൊണ്ട് അവിടേക്ക് വന്നെന്ന് പ്രീസ്റ്റിന് വിശ്വസിക്കാൻ വയ്യ. തിരിച്ചു വരുന്ന വഴി മഴ കൂടിയതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് കയറിയെന്ന് ടേസൂപ്പ് പ്രീസ്റ്റിന്റെ അടുത്ത് പറയും. രാവിലെ ഫാദർ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുക്കും. നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് പരിചയം? ഇയാളുടെ ബോയ് ഫ്രണ്ട് ആണോ? ഇന്നലെ ഇയാളെ പറ്റി നല്ല വറീഡായിരുന്നു ആളെന്ന് പ്രീസ്റ്റ് പറയുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പരിചയക്കാർ മാത്രമാണെന്ന് ടേസൂപ്പ് പറയും. പള്ളിയിൽ വെച്ച് തലേ ദിവസം കിസ് ചെയ്തിട്ട് അവൻ അങ്ങനെ പറയുന്നത് അവൾക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. പോകുന്ന വഴി സുഹയും ഇൻഹോയും ഹോട്ടലിലാണ് താമസിച്ചതെന്നൊക്കെ ഇവൻ പറയുന്നുണ്ട്. ഇവിടെ അതെല്ലാം വെറുതെ മൂളി കേൾക്കുകയാണ് ചെയ്യുന്നത്. വേണമെങ്കിൽ ഞാൻ സോളിലേക്ക് കൊണ്ടുവിടാന്ന് പറയുമ്പോൾ വേണ്ട, ഞാൻ ട്രെയിനിന് പൊക്കോളാന്ന് അവൾ പറയും. ഇവന് തലേദിവസത്തെ പറ്റി സംസാരിക്കണമെന്നുണ്ട്. പക്ഷെ ലാസ്റ്റ് പറയുന്നത് എന്റെ കൂടി പിന്നെ എപ്പോഴെങ്കിലും തിരിച്ചു വന്നാൽ മതി എന്നാണ്. ട്രെയിൻ വന്നു കഴിയുമ്പോൾ ടേസൂപ്പിനടുത്ത് യാത്ര പറഞ്ഞു യുഎൻ സീറ്റിൽ കയറിയിരിക്കും. കുറച്ച് കഴിഞ്ഞ് നോക്കുന്നുണ്ട് അവനെ കാണത്തില്ല. ട്രെയിൻ എടുത്തു കഴിയുമ്പോൾ ടേസൂപ്പ് അവളുടെ കൂടെ വന്നിരിക്കും. ടിക്കറ്റ് എടുക്കാതെ ഫ്രീ റൈഡ് ആദ്യമായിട്ടാണ്. ഫൈൻ എത്രയാണെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ടേസൂപ്പ് ഉറങ്ങിപ്പോവും. അന്നേരമാണ് ടിക്കറ്റ് എക്സാമിനർ അങ്ങോട്ടേക്ക് വരുന്നത്. അവളാണ് അവന്റെ കൂടി ടിക്കറ്റ് എടുക്കുന്നത്. അത്രയും ദൂരം പോയിട്ടും അവരെ കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെന്നൊക്കെ ചോദിച്ചിട്ട് അവളെ വഴക്ക് പറയുമ്പോൾ യങ്മിൻ അവളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കും. പുതിയൊരു ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്, കുഴപ്പമില്ല, നമുക്ക് പതുക്കെ അവരെയൊക്കെ വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് സേബോക്കിനെ യുഎങ് ആശ്വസിപ്പിക്കും. യങ്മിന്റെ കയ്യിലെ കോമിക്സ് ഇരിക്കുന്ന കാണുമ്പോൾ ഇത് ഇതുവരെ വായിച്ചിട്ടില്ല, ഞാൻ വായിച്ചിട്ടുണ്ട്, നല്ല ബുക്കാണെന്ന് യുഎങ് അവളോട് പറയും. ഇതിലും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നലെ സംഭവിച്ചതെന്ന് യങ്മിൻ അവളുടെ അടുത്ത് പറയുമ്പോഴത്തേക്കിനും യുഎങ്ങിന് ടേസൂപ്പിന്റെ കോള് വരും. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്, മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഹോട്ടലിന്റെ അടുത്തുള്ള ഒരു കഫേയിലാണ് ഒരു മീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നത്. യുഎങ് സ്ഥിരമായിട്ട് പോകുന്ന കഫേയാണ്. അവിടെ ഉണ്ടായിരുന്ന പയ്യൻ ക്വിറ്റ് ചെയ്തു, അവനൊരു മടിയനായിരുന്നു, ഞാൻ പുതിയ ആളെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് അവിടുത്തെ ഓണർ അവളുടെ അടുത്ത് പറയും. അങ്ങനെയാണ് പുതിയ ആൾ അങ്ങോട്ടേക്ക് വരുന്നത്. ഇവള് തിരിച്ച് ഗ്രീറ്റ് ചെയ്യാനായിട്ട് നോക്കുമ്പോൾ അത് ജിസു ആണ്. അവർക്ക് പരസ്പരം അറിയാമെന്ന് ഓണർക്ക് മനസ്സിലാവും. ഈ സീസണിലെ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു, ഇനി വേറെ പ്രൊഡക്ഷൻ കമ്പനിയിൽ നിന്ന് വിളിക്കണം, എനിക്ക് അതുവരെ പൈസ വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ജോയിൻ ചെയ്തതെന്ന് ജിസു അവളുടെ അടുത്ത് പറയും. ഹാർട്ടൊക്കെ വരച്ചിട്ടാണ് അവൻ കോഫി കൊണ്ടുവന്ന് കൊടുക്കുന്നത്. എന്തായാലും ഇയാളുടെ പെർഫോമൻസ് കാണാൻ വരാൻ എനിക്ക് പറ്റിയില്ല, അന്ന് അത്യാവശ്യമായിട്ട് എനിക്ക് വേറൊരു സ്ഥലം വരെ പോകണമായിരുന്നു എന്ന് അവൾ പറയുമ്പോൾ ഇയാൾ വരുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറെ നേരം ഇയാളെ നോക്കിയിരുന്നു, വെയിറ്റ് ചെയ്തു എന്ന് അവൻ പറയും. അത് കേൾക്കുമ്പോൾ അവൾക്ക് കുറ്റബോധം തോന്നും. അത് മനസ്സിലാക്കിയിട്ട് ഞാൻ വെറുതെ പറഞ്ഞ, സ്റ്റേജിൽ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓഡിയൻസിനെ ഒന്നും കാണാൻ പറ്റത്തില്ല എന്ന് ജിസു അവളുടെ അടുത്ത് പറയും. അതിനുള്ള അപ്പോളജി എന്നുള്ള രീതിക്ക് എനിക്ക് ട്രീറ്റ് തരണം, നമുക്ക് നാളെ ഫുഡ് കഴിക്കാൻ പുറത്ത് പോയാലാന്ന് ചോദിക്കുമ്പോൾ യുഎങ് സമ്മതിക്കും. എന്നാലും ഇയാളല്ലേ ആദ്യം എന്നോട് അപ്പോളജൈസ് ചെയ്യേണ്ടതെന്നൊക്കെ അവൾ തിരിച്ചു ചോദിക്കുന്നതുകൊണ്ടാണ് ടേസൂപ്പ് അവിടേക്ക് വരുന്നത്. കസിനെ ഞാൻ വീണ്ടും മീറ്റ് ചെയ്തല്ലോ എന്ന് അവൻ അർത്ഥം വെച്ച് പറയും. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പുറത്ത് പോകണമെന്ന് ജിസുവും തിരിച്ചു ചോദിക്കും. അതിന്റെ ആവശ്യമില്ല, ഞാൻ യുഎങ്ങിനെ മീറ്റ് ചെയ്യാൻ വന്നതാണെന്ന് ടേസൂപ്പ് അവൻ്റെ അടുത്ത് പറയും. നമുക്കാദ്യം ഇന്നലത്തെ കാര്യം പറയാമെന്ന് ടേസൂപ്പ് പറയുന്നുണ്ട്. എന്ത് കാര്യം എന്ന് യുഎങ് തിരിച്ചു ചോദിക്കും. നമ്മൾ ഇന്നലെ കിസ് ചെയ്ത കാര്യം എന്ന് ജിസുവിനെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ടേസൂപ്പ് പറയും. എനിക്ക് അയാളെ ഒരുപാട് മിസ് ചെയ്തിരുന്നു, വീണ്ടും കണ്ടുമുട്ടിയപ്പോൾ ആകെ എക്സൈറ്റഡ് ആയി, അങ്ങനെയാണ് അത് സംഭവിച്ചത്. എനിക്ക് പിന്നീട് ഉറങ്ങാനേ പറ്റിയില്ല, തനിക്ക് ഉറങ്ങാൻ പറ്റുമോ എന്ന് ടേസൂപ്പ് യുഎങ്ങിന്റെ അടുത്ത് ചോദിക്കും.